ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീസ് ഓഫ് ടേസ്റ്റ്. ഇത് ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ബ്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബ്രൗൺ ബ്രെഡ് ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നോർമൽ ബ്രെഡ് എടുക്കാം. ഞാനിവിടെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ബ്രൗൺ ബ്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒന്നുകൂടി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കട്ട് ചെയ്ത ബ്രെഡ് പീസ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെക്കാൻ പോവാണ്. എന്നിട്ട് ഇതേപോലെ വേറൊരു ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 പച്ചമുളക്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരച്ചെടുക്കാൻ പാടില്ല. ഏകദേശം ഇതുപോലെ ആയാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റും തക്കാളിയും ഉള്ളിയൊക്കെ ഉള്ള മിക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിന് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ മല്ലിയില ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ടക്ക് ഞാൻ വെറും 3 പീസ് ബ്രെഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അത് ബ്രെഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ അത്യാവശ്യം വലിയ സൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നമ്മളെ ബ്രെഡ് ക്രംസിന്റെ പൊടിയില്ലേ, അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേറ്റഡ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് കുറച്ചായിട്ട് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈം മതി ഇതും വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതാ അപ്പം നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തട്ടായിട്ട് അതിലേക്ക് ഇറക്കി വെക്കാം. ഒരു 3, 4, 5 മിനിറ്റ് മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയക്കുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.